തലതിരിഞ്ഞവരെ അവരെ നേരാമണ്ണം ചിന്തിക്കുന്നവരാക്കുക എന്നത് ഏറ്റവും ശ്രമകരമായ പരിപാടിയായി വിശുദ്ധ ഖുർആൻ പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം 78-ൽ പറയുന്നത് വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദി ഹുവ അജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജിൻ മില്ലത അബീകും ഇബ്രാഹീമ ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ എന്നാണ്. വജാഹിദു ഫില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടണം, ജിഹാദിൽ ഏർപ്പെടണം. അത് ഹക്കായ മുറപ്രകാരമുള്ള നിങ്ങളുടെ വികാരത്തിനൊത്ത് രൂപപ്പെടേണ്ട ഒന്നല്ല, കൃത്യമായ നിയമങ്ങളോടുകൂടിയുള്ളതാണ് ആ ജിഹാദ്. നിങ്ങളെ ദൈവം തമ്പുരാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഉഖ്രിജത്തിൽ ഇന്നാസാണ് നിങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അവരെ നന്മയിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ. അവരെ സത്യത്തിന്റെ സൽപാന്താവിലേക്ക് നയിക്കേണ്ടവരാണ് നിങ്ങൾ. നീതിയെക്കുറിച്ചും ന്യായത്തെക്കുറിച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. ആ അർത്ഥത്തിൽ ഇബ്രാഹിം നബി നടത്തിയ ബുദ്ധിപരമായ ജിഹാദ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൗരയുധങ്ങളെയും കാട്ടാറുകളെയും സൃഷ്ടിച്ച സിട്ടാവിലേക്കുള്ള ക്ഷണം സ്വന്തം പിതാവിൽ നിന്ന് ആരംഭിച്ച് യാ അബതി എന്ന് തുടങ്ങി ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം എന്ന് പറഞ്ഞ് നാട്ടുകാരോടും നമ്രൂദിനോടും ഏകദൈവത്വത്തെ കുറിച്ച് പറഞ്ഞ്, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞ്, ദൈവത്തിന്റെ കുതിരത്തുകളെ കുറിച്ച് പറഞ്ഞ്, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞ്, റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞ് ഇബ്രാഹിം നബി നടത്തിയ ചിന്താപരമായ വിപ്ലവത്തെ ജിഹാദി എന്ന് വിശുദ്ധ ഖുർആൻ വിളിച്ചിരിക്കുന്നു.